പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്ന് പി ശശിയെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മാതൃകാപരമായ നിലപാട് തന്നെയാണ് പി ശശി സ്വീകരിച്ചതെന്ന് പറയുമ്പോഴും പി ശശിക്കെതിരെയുള്ള ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണ് PV അൻവർ. വീണ്ടും പി ശശി അഴിമതി ചെയ്തു എന്ന് വീണ്ടും ആവർത്തിച്ച് മുഖ്യമന്ത്രിയോട് പറയുകയല്ലേ? ആര്യ, നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉന്നയിച്ച ന്യായവാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് PV അൻവറിന്റെ വൈകുന്നേരത്തെ വാർത്താസമ്മേളനം എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ഉപജാപക സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നത് പ്രതിപക്ഷ ആരോപണമാണ്. ഇപ്പോൾ അൻവറും അതേ പാതയിലേക്ക് വരുന്നു എന്ന് വേണം കാണാൻ. അതായത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ഉപദേശകരായ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് അൻവർ ആരോപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ തെറ്റായി ധരിപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ തെറ്റായി തന്നെ ധരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വിമർശനം നീളുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രി ആശങ്കപ്പെട്ടത് പോലീസുകാരുടെ മനോവീര്യം തകരുമെന്നായിരുന്നു. ഇന്ന് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ കാര്യത്തിലും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച കാര്യം ആശങ്ക പോലീസുകാരുടെ മനോവീര്യം തകരും, അത് തകരാൻ അനുവദിക്കില്ല എന്നാണ്. അപ്പോൾ ADGP MR അജിത് കുമാർ, മലപ്പുറത്തെ മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് S തുടങ്ങിയ ആളുകൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ മുഖ്യമന്ത്രി പ്രധാനമായും കാണുന്നത് ഇത് പോലീസുകാരുടെ മനോവീര്യം തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ആ വാദത്തെയാണ് PV അൻവർ പൂർണ്ണമായും തള്ളിക്കളയുന്നത്. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതായത് നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി മാതൃകാപരമായി പ്രവർത്തിക്കുന്നു എന്ന് വിശേഷിപ്പിച്ച പി ശശിക്കെതിരെ ഉള്ള ആരോപണങ്ങൾ ഈ PV അൻവർ കടുപ്പിക്കുകയാണ്. കണ്ണൂരിലെ രക്തസാക്ഷികളുടെ കഥകളിൽ അൻവർ ശശിക്കെതിരെ പരാമർശമുണ്ട് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയപ്പോൾ പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ശശിക്കെതിരെയുള്ള ആരോപണം കടുപ്പിക്കുക കൂടിയാണ്. എന്നാൽ PV അൻവർ ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് എന്നത് പരിഗണിക്കാനാവില്ല എന്ന തരത്തിലുള്ള പരാമർശമാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. അതിനെ പൂർണ്ണമായും തള്ളുന്നതാണ് ഇപ്പോൾ PV അൻവർ നടത്തിയിരിക്കുന്നത്. എന്നാൽ താൻ പാർട്ടി വിട്ട് CPIMന്റെ കൂടാരത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്ന് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞ ആളാകാനല്ല, തന്നോട് പോകാൻ പറഞ്ഞാൽ തൻ്റെ വഴി നോക്കാൻ തനിക്കറിയാമെന്ന പരാമർശവും അൻവറിലുണ്ടായി. അപ്പോൾ പാർട്ടിക്ക് കാര്യങ്ങൾ ശരിയാവണ്ണം ബോധ്യപ്പെടുന്നുണ്ട് എന്നുകൂടി അൻവർ പറയുമ്പോൾ പാർട്ടിയുടെ പിന്തുണ തനിക്കുണ്ട് എന്ന ഒരു കാര്യമാണ് അൻവർ പറയാതെ പറയുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് അൻവറിനെ പിന്തുണയ്ക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. അവർക്കുള്ള തൻ്റെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. അതേ പാർട്ടിയെ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ അൻവർ ചോദ്യം ചെയ്യുന്നത്. അതായത് പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, മുഖ്യമന്ത്രിയെ ആരോ ഉപദേശകർ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പോൾ പാർട്ടിക്ക് ശരിയാവണ്ണം കാര്യങ്ങൾ ബോധ്യപ്പെടുകയും മുഖ്യമന്ത്രിക്ക് ശരിയാവണ്ണം കാര്യങ്ങൾ ബോധ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അൻവർ വിരൽ ചൂണ്ടുമ്പോൾ അത് സർക്കാരിനെതിരായ അടുത്ത വിമർശനത്തിൻ്റെ ഘട്ടമായി തന്നെ അതിനെ കാണാം. ശ്രീജിത്ത്, മറ്റൊരു കാര്യം, ഒരു തലയ്ക്കൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നു, മുഖ്യമന്ത്രി ഒരു തരത്തിലും താൻ തള്ളിപ്പറയാൻ തയ്യാറല്ല, പാർട്ടിക്ക് വേണ്ടെങ്കിൽ പോകാൻ തയ്യാറാണ് എന്ന് അൻവർ പറയുന്ന അതേ സമയം തന്നെ ഈ അജിത് കുമാറിന്റെ വാക്കുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന ഒരു ആരോപണവും അൻവർ ഉന്നയിക്കുന്നില്ലേ? ഒപ്പം തന്നെ കോൺഗ്രസ് ആക്കി ചെറുതേക്കണ്ട എന്നൊരു സന്ദേശവും കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ നൽകുന്നുണ്ട്. ആര്യ, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ തള്ളിപ്പറയുന്നില്ല എന്നത് വാച്യാർത്ഥത്തിൽ അദ്ദേഹം, അതായത് കൃത്യമായ വാചകത്തിലൂടെ അദ്ദേഹം പറയുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി ഉന്നയിച്ച വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. 172 സ്വർണ്ണക്കടത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട ഇന്ന് മുഖ്യമന്ത്രി പരാമർശിച്ചത്. ഈ കേസുകളിലെല്ലാം പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങൾ അൻവർ ശരിവെക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങളെ അദ്ദേഹം പരോക്ഷമായെങ്കിലും തള്ളുകയാണ്. മറ്റൊന്ന്, പി ശശിയെ മുഖ്യമന്ത്രി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആൾ, ഏറ്റവും വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ എന്ന് വിശേഷിപ്പിച്ചു. അതേ ശശിക്കെതിരെ PV അൻവർ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ADGP MR അജിത് കുമാറിന് എല്ലാ പിന്തുണയും നൽകുന്ന ശശിയാണ്. സ്വർണ്ണക്കടത്തിൻ്റെ ഒരു പങ്ക് ശശി പങ്കുപറ്റുന്നുണ്ടോ എന്നുകൂടിയുള്ള ഗുരുതരമായ ആക്ഷേപം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു ഭരണകക്ഷി MLA ഉയർത്തുന്ന ഏറ്റവും ഗുരുതരമായ ആക്ഷേപമായി തന്നെ ഇതിനെ കാണണം. കാരണം പി ശശി മാതൃകാപരമായി പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കുന്നു എന്ന് മുഖ്യമന്ത്രി അടിവരവിട്ട് പറയുമ്പോൾ അതിനെ അൻവർ തിരുത്തുകയാണ്. സ്വർണ്ണക്കടത്തിൻ്റെ ഒരു പങ്ക് അതിൻ്റെ പങ്ക് പറ്റുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആക്ഷേപമാണ് ശശിക്കെതിരെ ഉന്നയിക്കുന്നത്. തീർത്തും പാർട്ടിക്കോ സർക്കാരിനോ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ആരോപണത്തിലേക്ക് അൻവർ വരുമ്പോൾ അതും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളെയും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നത് തന്നെയാണ് അൻവറിൻ്റെ വാർത്താ സമ്മേളനം. എന്നാൽ നേരിട്ട് അദ്ദേഹം അത് പറയുന്നില്ലെന്ന് മാത്രം. ആര്യ, ശ്രീജിത്ത്, മുഖ്യമന്ത്രിക്ക്
പി ശശിയിലുള്ള വിശ്വാസം തനിക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴും പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ വീണ്ടും പറഞ്ഞു വെക്കുകയല്ലേ? തീർച്ചയായും ഇന്നലെയാണ് പി വി അൻവർ പി ശശിക്കെതിരായ പരാതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി നൽകിയത്. MV ഗോവിന്ദൻ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ്. അദ്ദേഹം അൻവർ പ്രത്യേക ദൂതൻ വഴി അദ്ദേഹത്തിൻ്റെ പരാതി മിനിയാന്ന് അദ്ദേഹം AKG സെൻറ്ററിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പരാതി നേരത്തെ CPIM നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് പി ശശിക്കെതിരെയുള്ള ഒരു പരാതിയും തങ്ങൾക്ക് മുന്നിലില്ല. അതായത് ഈ പി വി അൻവർ ഉന്നയിച്ച പരാതികളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചയ്ക്ക് ശേഷം ആ CPIM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ശശിക്കെതിരെ ഒരു നടപടിയെടുക്കേണ്ട സാഹചര്യം തങ്ങൾക്ക് മുന്നിലില്ല, ശശിക്കെതിരെ ഒരു പരാതിയും പാർട്ടിക്ക് മുന്നിലില്ല, അതുകൊണ്ട് അത്തരമൊരു കാര്യത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്നാൽ അതിന് പിന്നാലെയാണ് ശശിക്കെതിരെ രേഖാമൂലം പരാതി നൽകാനുള്ള നീക്കവുമായി അൻവർ രംഗത്ത് വന്നത്. ആ പരാതി മിനിങ്ങാന്ന് അദ്ദേഹം കൈമാറി. അപ്പോൾ പാർട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ അൻവർ നടത്തുന്നത്. മുഖ്യമന്ത്രി ഈ മാതൃകാപരമായി പ്രവർത്തിക്കുന്നയാൾ, വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നയാൾ, പാർട്ടി ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നയാൾ എന്ന് വിശേഷിപ്പിച്ച പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ കടുപ്പിക്കുമ്പോൾ അത് ഫലത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ തള്ളിപ്പറയുന്നതിനും മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതുമാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. ശരി, പോരാട്ടം തുടരുമെന്നാണ് PV അൻവർ MLA മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചും എന്നാൽ പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയുമായിരുന്നു PV അൻവർ. അഷ്കർ അലി കരിമ്പയും ശ്രീജിത്തുമാണ് വിശദാംശങ്ങൾ നൽകിയത്.